കായകൽപ്പയോഗം പറയുന്നത്. ഒന്ന്, മരുന്നുകൾ കൊണ്ട് ശരീരം ഉണ്ടാക്കിയെടുക്കുക. അതിന് പ്രത്യേക നിബന്ധനകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതിന് പ്രത്യേക രീതിയിലുള്ള ആഹാരക്രമങ്ങൾ, അതിനുള്ള രീതിയിൽ കൽപ്പം ചെയ്യുക. അതിനേക്കാളും ബെറ്ററായിട്ടുള്ളത് നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ട് കായകൽപ്പം ഉണ്ടാക്കുക. മെഡിറ്റേഷൻ കൊണ്ട് സാധാ മെഡിറ്റേഷനല്ല, ഈ കൂട് പായുന്ന ഒരു ടെക്നിക്സ് വരുന്നില്ല. അതിനകത്ത് നമ്മുടെ ബോഡി നിന്ന് വെളിയിൽ പോയതിന് ശേഷം തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നു. ഇങ്ങനെ വന്ന് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആത്മാവിന് കൽപ്പശരീരം ഫാം ചെയ്യാനുള്ള ടെക്നിക്സ് പ്രത്യേകമുണ്ട്. ഈ കൽപ്പശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൽപ്പശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവത്വം കൊണ്ടുവരിക. ബോഡിയിൽ സെല്ലുകളെല്ലാം നല്ലോണം റീപ്രൊഡ്യൂസ് ചെയ്ത് യുവത്വം കൊണ്ടുവരും. ഇപ്പം ബാബാജി 27 വയസ്സുള്ള പയ്യനായിരിക്കുന്നു പറഞ്ഞാൽ പുള്ളി യുവത്വം കൊണ്ടുവന്നതാണ്, അല്ലാതെ ബാബാജി ഒരു മിറാക്കിൾ കാണിച്ചതല്ല. നമുക്ക് ആ സാധനമുണ്ട്. ക്രിയായോഗയിൽ വന്നിട്ട് 5ാമത്തെ ചാപ്റ്ററിലേക്ക്, 5ഉം 6ഉം ചാപ്റ്ററിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത്, ലേരി മഹാസിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 6ാമത്തെ ചാപ്റ്റർ, അതിലേക്ക് വരുന്ന സമയത്ത് കായകൽപ്പയോഗം നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ബോഡിയെ ഓരോ സെല്ലും വന്നിട്ട് പുതുതായിട്ട് ജീവിപ്പിക്കാൻ സാധിക്കും. നശിപ്പിക്കുന്നതിനേക്കാളും ജീവിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു മരണം സംഭവിക്കുമ്പോൾ നമ്മൾ ടോട്ടലി ഡെത്താണ്. അപ്പോൾ സെല്ലും ഡെത്തായി കഴിഞ്ഞു. അതേസമയത്ത് നമ്മുടെ കോൺഷ്യസ് മരണം എന്ന് പറഞ്ഞാൽ ബോധപൂർവം മരിക്കുക. ബോധപൂർവം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവൽ വന്നിട്ട് അതിൻ്റെ ഹയസ്റ്റ് ലെവൽ, ഇപ്പോഴും നിങ്ങളുടെ ഈ ലെവലിൽ ഇരിക്കുന്ന എനർജി ഒരിക്കൽ നിങ്ങളുടെ ബോഡി കളഞ്ഞ് വെളിയിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം കുറച്ചുകൂടെ യങ്ങാകുകയാണ്. വീണ്ടും നമ്മൾ പോയിട്ട് തിരിച്ച് വരുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ യങ്ങാകുകയാണ്. കാരണം നമ്മുടെ സെല്ലുകൾ വന്നിട്ട് അത്രയ്ക്ക് യുവത്വം പ്രാപിക്കാൻ തുടങ്ങും. അങ്ങനെ യുവത്വം പ്രാപിച്ച് വരുന്ന സമയത്ത് ഈ സെല്ലുകളിലാണ് നിങ്ങൾക്ക് ലൈറ്റ് എനർജി, പ്രകാശമായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ബാബാജിയുടെ ബോഡിക്ക് നിഴലില്ല എന്ന് പറയുന്നത്.